Every time I open up the YouTube, ഒരു ചോദ്യം എൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകാറുണ്ട്. How do I start in the field of digital marketing in 2025? ഈ ഒരു ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ is completely for you. This video will show you the complete path from how you can become from a noob to an expert and can work with companies worldwide. യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. How to become a digital marketer, what skill I should learn എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു കരിയർ പ്രോഗ്രഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു പ്രോഗ്രഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. So the first thing is first. The first thing to start with is a skill. You need to figure out what segment of digital marketing you are going to focus on. It can be ads, social media content, search engine marketing or anything. Pick a niche and master it properly. So ഒരു ജനറിക് മാർക്കറ്റർ ആകാതെ ഒരു നീഷ് പിക്ക് ചെയ്തിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആവുന്നതല്ലേ നല്ലത്. You can be a newsletter marketer and you can make a ton of money. You can be a landing page optimizer and you can make a ton of money. And what does not work is doing it all at once. So now you have picked a skill. Say YouTube growth marketer. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻഡിവിജ്വലിനോ ഇല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ യൂട്യൂബ് എടുത്ത് you can make it from 0 to 100K. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Now the next step. Now you have become an operator. അതായത് ഒരാളെ കൺസൾട്ട് ചെയ്ത് എവറി അവറിന് ചാർജ് ചെയ്യുന്നതിന് പകരം യു ആർ ടേക്കിംഗ് ദ ഹോൾ സർവീസ് ആൻഡ് യു ആർ ഡൂയിങ് ദ ഡെലിവറി. എവറിത്തിങ് ഫ്രം എ കോണ്ടന്റ് ഐഡിയ ടു എഡിറ്റിംഗ്, SEO, തംബ്നെയിൽസ്, അനാലിസിസ്, ഇതൊക്കെ ചെയ്ത് യു ആർ ബിക്കമിംഗ് ഫ്രം എ ഫ്രീലാൻസർ ടു ആൻ ഓപ്പറേറ്റർ. Here, instead of charging as a freelancer for his or her time, you are charging for the value you bring to the table. Now you are in an account manager role. You're heading a lot of people and you're handling an account and a client. But still you are in a digital marketing agency, right? ഈ ഒരു ഏജൻസിയിൽ നിന്ന് ക്ലയൻസിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസും കേസ് സ്റ്റഡീസും കൊണ്ട് within an year or two you can start your own agency, right? But in the next 2 years നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസസും ഒരുപാട് കേസ് സ്റ്റഡീസും ഉണ്ടാവും. ആൻഡ് വിത്ത് ദീസ് എക്സ്പീരിയൻസസ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് ഓർ ഏജൻസി വിത്ത് ദ സെയിം സർവീസസ് ആൻഡ് സെയിം ഓഫേഴ്സ്. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്രീലാൻസർ, അതായത് ഒരു 30,000 മുതൽ 40,000 വരെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഫ്രീലാൻസറിൽ നിന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലേക്ക് കയറി. അവിടെ നിങ്ങൾ ഒരു 50,000 മുതൽ 1,00,000 വരെ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. നൗ ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ ഓൺ ഏജൻസി ദാറ്റ് ക്യാൻ സ്കെയിൽ അപ് ടു 10 lakh a month. സോ ഇതിനൊക്കെ പുതിയൊരു സ്കില്ല് വേണം, റൈറ്റ്? സോ നൗ യു ആർ സ്റ്റാർട്ടിങ് ടു സെൽ യുവർ സെൽഫ്. ഒരു ഏജൻസി തുടങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടു ഹയർ ഗ്രേറ്റ് ടാലൻസ്. ഒരു ഏജൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്രേറ്റ് ടാലൻസ് ഒത്തുചേർന്ന് മാത്രമേ ആ ഒരു ഏജൻസി മുന്നോട്ട് പോകുകയുള്ളൂ. സോ ഹയറിങ് ഗ്രേറ്റ് ടാലൻസ് ഇസ് എ മെയിൻ പോയിന്റ്. ദ നെക്സ്റ്റ് തിങ് ഇസ് ഫയറിങ് ഔട്ട് ക്ലയൻസ്. കേട്ടിട്ട് ഡൗട്ട് അടിക്കണ്ട, ഇറ്റ്സ് റൈറ്റ്, ഫയറിങ് ക്ലയൻസ്. അതായത് നിങ്ങളൊരു വർക്ക് കൊടുത്തു, ആ വർക്കിന് ഒരുപാട് റീവർക്സ്, റിവിഷൻ, പക്ഷെ അതിന് കണക്കല്ല ഫീഡ്ബാക്സ് തരുന്നില്ല. ആക്ച്വലി ദേ ആർ ടേക്കിംഗ് അപ്പ് യുവർ ടൈം. നിങ്ങളുടെ ചോരയും നീരും ഊറ്റിക്കൊണ്ട് പോകുന്ന ക്ലയൻസിനെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ജസ്റ്റ് ഫയർ ദം ഔട്ട്. ഒരു 7 ക്ലയൻസിനെ വെച്ച് ഒരു 1,00,000 രൂപ കിട്ടുന്നതും 2 ക്ലയൻസ്, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള 2 ക്ലയൻസിനെ വെച്ച് 1,00,000 രൂപ സമ്പാദിക്കുന്നതും ഏതാണ് നല്ലത്? ദ ലാറ്റർ, റൈറ്റ്? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഫയർ ഔട്ട് ദ ക്ലയൻസ് ദാറ്റ് ആർ ബാഡ് ഫോർ അവർ ഏജൻസി. Now when we are talking about the digital marketing, we should be aware of the trends, right? ഇപ്പം നടക്കുന്ന ട്രെൻഡ് എന്താണോ അത് വെച്ച് തന്നെ മുന്നോട്ട് പോവുക. By understanding these trends, not only you can create marketing strategies that are effective, but also relevant with time. Now you have hired a client. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഒരു 5 മുതൽ 15 ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ടാവും, റൈറ്റ്? ബട്ട് ഇനി എന്ത്? അതിലായിരിക്കും അധികം ആൾക്കാർ സ്റ്റക്കായി നിൽക്കുക. എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ഒരുപാട് കാശ് കയ്യിലുണ്ട്, ബട്ട് മുന്നോട്ടുള്ള പാത എന്തായിരിക്കും? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ദിസ് ഈസ് വെയർ യു ആക്ച്വലി പ്രൊഡക്റ്റൈസ് യുവർ സർവീസ്. എന്താണ് സർവീസ് പ്രൊഡക്റ്റൈസ് ചെയ്യുക? അതായത് നിങ്ങളുടെ സർവീസ് ചെയ്യാൻ പറ്റിയ ഒരു AI ടൂൾ അല്ലെങ്കിൽ അതുപോലൊരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഒരു പ്രൊഡക്റ്റൈസിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു AI ടൂൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു സർവീസിനെ ഈസി ആക്കി വയ്ക്കും, അതായത് വർക്ക് ലോഡ് കുറച്ച് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 lakh to 10 lakh നമുക്കൊരു 3-4 ക്ലയൻറ്റ് വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI ടൂൾ വെച്ച് നമ്മുടെ വർക്ക് ലോഡ് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മുടെ വർക്ക് AI വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണ്. നമ്മളുടെ ഈ 3-4 ക്ലയൻസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 7 to 8 ക്ലയൻസായി ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു സാലറി അത് നമ്മൾ നേരെ കുറച്ച് 1 or 2 lakhs ആക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആക്ച്വലി കിട്ടുന്ന പ്രോഫിറ്റ് ഇസ് ഹയർ. സോ ദിസ് ഇസ് ഹൗ യു സ്കെയിൽ യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് റിച്ച് ഇൻ ദ വേൾഡ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നൗ ദാറ്റ് യുവർ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രൊഡക്റ്റൈസ്ഡ് സർവീസ്. ഇനിയാണ് ദ ഫൈനൽ സ്റ്റേജ്. ഇപ്പോൾ പ്രൊഡക്റ്റൈസ്ഡ് സർവീസ് വെച്ചിട്ട് നിങ്ങളുടെ റവന്യൂ നല്ല ഹൈ ആയിരിക്കുകയാണ്. Now you are going to sell your productized service to someone else. ഇതാണ് ഫൈനൽ സ്റ്റേജ്. Now your agency runs on your productized service. ഇവിടെയാണ് the next level of wealth unlocks. Here you are going to sell your productized service to someone else. ഈ someone else എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ബിഗ് സോഫ്റ്റ്വെയർ കമ്പനി, അല്ലെങ്കിൽ വേറൊരു ഏജൻസി ആയിരിക്കാം. അതായത് നിങ്ങളുടെ ഏജൻസിയായിട്ട് അബ്സോർബ് ചെയ്യാൻ താല്പര്യമുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്പനി. ആൻഡ് ദ വർത്ത് ഓഫ് യുവർ പ്രൊഡക്റ്റൈസ്ഡ് സർവീസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ റവന്യൂ ഇറ്റ് ജനറേറ്റ്സ്. ലെറ്റ്സ് സേ in a year you are making $600,000 and you get a multiple of 3 to 5x. So now you are selling your company for $1.8 million to $3 million. Now we are going to sell your company for anywhere between $1.8 million to $3 million. This is huge. That is how you go from a freelancer who earns $30,000 to someone who sells their own productized service for $3 million. Does it sound easy? It takes 7 to 10 years from being a freelancer to sell your own productized service. This is tough, but this is possible. I have met so many people who are building their own software companies. So, try to be one of them. Digital marketing ne patti കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ do like and subscribe.